ബാ 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 ചേച്ചി നിൽക്ക് ചേച്ചി നിൽക്ക് നിന്നില്ലേ അതാണ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്നുണ്ടല്ലോ ഞങ്ങൾ മേൽപ്പളനി ക്ഷേത്രത്തിൽ മുരുകൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകട്ടോ. അപ്പോൾ ഒരു 6:45 ആയിട്ടുണ്ട് കേട്ടോ സമയമേ. അപ്പോൾ ഇതാ ഈ വയലുകളും നല്ല ഈ കൊക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കൊന്നും ഞങ്ങൾക്കിത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. കണ്ടില്ലേ എന്തൊരു മനോഹരമായ സ്ഥലങ്ങളാണ് കിടക്കുന്നുണ്ടോ. അപ്പം കൊക്കുകളൊന്നും കാണുന്നില്ല. ഞങ്ങൾ ഇതിന് മുന്നേ കണ്ട ഭാഗത്ത് നല്ല കൊക്കുകളുണ്ടായിരുന്നു കേട്ടോ. ഈ പോത്തുകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ പോകുന്ന വഴി എത്താനായിട്ടുണ്ട്, അമ്പലം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇൻട്രോ എടുത്തിട്ട് നിങ്ങളെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ്. നമ്മൾ അമ്പലത്തിലെത്തുമ്പോഴത്തേനും സമയം കുറേ വൈകും കേട്ടോ. അപ്പം വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റലുണ്ടാവുകയില്ല. പറ്റുവാണെങ്കിൽ ഞങ്ങൾ എടുക്കും കേട്ടോ. അപ്പോൾ ചേട്ടനോട് വണ്ടി നിർത്താൻ പറഞ്ഞപ്പം മഴയാണ്, മഴ നനയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ വണ്ടി നിർത്താൻ ഭയങ്കര ചീത്തയൊക്കെ പറഞ്ഞേ. എന്തെങ്കിലും ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി വന്നാൽ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം നമ്മളിനി അമ്പലത്തിൽ ചെന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഭയങ്കര മഴയായിട്ട് ഞങ്ങൾ വഴിക്ക് ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴേ എത്തിയത് കേട്ടോ. ദീപാരാധനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിലൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയാലേ. പുറമേ ഉള്ള ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതുണ്ട് 2 പൂച്ചക്കുട്ടികൾ ഇരിക്കുന്നത്. സുന്ദരികൾ നോക്കി. തടകയിൽ കണ്ടോ, താലം കണ്ടോ. ഇതൊക്കെ നമ്മുടെ അമ്പലത്തിലെ വഴിപാടുകളാട്ടോ. പിന്നെ പൂജ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കൗണ്ടറാണ് ഇവിടെ. ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ട് കൂട്ടുകാരെ, പുറത്ത് നമുക്ക് നടക്കി നേരെ നിന്നെടുക്കാൻ പറ്റിയല്ല കേട്ടോ. നമ്മൾ സൈഡിൽ നിന്നൊക്കെ എടുക്കുവാണേ. മഴയും പെയ്ത് വെളിച്ചമൊക്കെ കുറവാട്ടോ. മേൽപ്പളനി എന്നാട്ടോ ഇവിടുത്തെ ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. പക്ഷേ നമുക്ക് പളനി അതേപോലെ പളനിമല കയറുന്ന പോലെ തന്നെ പടിക്കെട്ടുകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പടിക്കെട്ടുകൾ കയറി വരാൻ രാത്രി ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഇത് അമ്പലത്തിൻ്റെ മുറ്റത്താണ് നിർത്തിയത്. അതുകൊണ്ടാട്ടോ നമുക്ക് അതും കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും നിങ്ങൾ നോക്കിക്കേ, നല്ല ഇത് അങ്ങനെ ഒരു നല്ല പഴമയുള്ള അമ്പലം കേട്ടോ. പക്ഷേ അങ്ങനെ ആരും അങ്ങനെ അറിയപ്പെടുന്നില്ലത്. നമ്മൾ കുറച്ചും കൂടെ പകലായിരുന്നെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമായിരുന്നു കേട്ടോ. കണ്ടോ, ഫുള്ള് കൊത്തുപണികളാട്ടോ. പണ്ട് രാജാക്കന്മാരുടെ കാലത്തുള്ള അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് ഫുള്ള് കൊത്തുപണികളാൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇവിടെ സായിബാബയൊക്കെ വന്നിരുന്ന സ്ഥലമാണ് കേട്ടോ. സായിബാബേൻ്റെ വിഗ്രഹമൊക്കെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ നടക്ക് നേരിട്ട് നമുക്ക് പോകാനേ പറ്റിയല്ല കേട്ടോ. കണ്ടില്ലേ, വേണ്ട അടുപ്പിച്ച് കാണിച്ചു തരാം. വേണ്ട വേണ്ട കൂട്ടുകാർ, എന്തു മനോഹരമായിട്ടല്ലേ ഈ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ. നമ്മുടെ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു ഇതുണ്ടോ, മുരുകൻ്റെ ഒരു ചിത്രം ചെയ്തിരിക്കുന്നുണ്ടല്ലേ.
ഇങ്ങനത്തെ ഒരു അമ്പലം നമ്മുടെ അടുത്ത ദേശങ്ങളിലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം ഇവിടെ പ്രസാദം കിട്ടുന്നുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടെന്ന് തോന്നേ. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കണ്ടില്ല കുറച്ച് ആൾ കുറവാണ്, മഴ ആയതുകൊണ്ട് നല്ല ആൾ കുറവാണ് കേട്ടോ. ഞങ്ങളതിലെ പോയി നോക്കട്ടെ എന്താ ഉള്ളതെന്ന്. അപ്പോൾ അതാ ചേട്ടനും ഞങ്ങൾ ഭക്ഷണമൊക്കെ കിട്ടി കേട്ടോ. ചോറും സാമ്പാറും ബീറ്റ്റൂട്ട് ചോറായിരുന്നു കേട്ടോ. വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. സാമ്പാറും ബീറ്റ്റൂട്ട് കറിയായിരുന്നേ. ഇതാ സുബി ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചി സുബീൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അതാ ഇപ്പോൾ അത്യാവശ്യം ആളായിട്ട് ഞങ്ങൾ വരുമ്പോൾ ആളില്ലായിരുന്നു. ചേട്ടന് വിശന്നിട്ട് വേഗം വേഗം കഴിക്കുവാണേ. പിന്നെ ഞാൻ ചോറിനാട്ടോ കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ ഇത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. കൊട്ടിയിൽ പോണവരാ നിങ്ങളെല്ലാവരും ചേട്ടനൊക്കെ കയറിപ്പോന്നു. സുബിയുണ്ട്, സുബിയുടെ ചേച്ചി ഉണ്ട് കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ നട ഇതാട്ടോ. അത് ഞങ്ങൾ കുറഞ്ഞ ഭാഗം എടുക്കുന്നുള്ളൂ. കാടാണേ, 2 വശം ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് രാത്രി അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റിയല്ലോ കേട്ടോ. അതുകൊണ്ടില്ലേ ഇങ്ങനെ നട കയറിയായിട്ടാണ് നമ്മൾ മുകളിലെത്തുന്നത് കേട്ടോ. ഞാൻ കാടാണേ ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അവർ ചേട്ടനും എന്നെ കളിയാക്കുക. ഇവർ രണ്ടാളും കൂടെ നിന്നിട്ട് സുബീത അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം മഴ ഇച്ചിരി തോർന്ന സമയമാണ്. ഉണ്ടോ കയറിയാണ് നമ്മളവിടെ എത്തുന്നത്. ഇത് എന്താ കാവടി എടുത്തിട്ട് താഴെ മുതൽ മുകളിൽ വരെ നമ്മൾ കാവടി എടുത്ത് നട കയറി വരുന്ന സ്ഥലമാണിത് കേട്ടോ. അവിടെ ഹനുമാൻ സ്വാമി ഇരിപ്പുണ്ട്. പക്ഷേ നമുക്ക് അത്രയും കാണിക്കാൻ പറ്റിയല്ലോ കേട്ടോ. ഹനുമാൻ സ്വാമീനെ നേരിട്ടേ വീഡിയോ എടുക്കാനേ പറ്റിയല്ലോ കേട്ടോ. അപ്പോൾ കൂട്ടുകാരിത് പ്രസാദ കൗണ്ടറാണ്. പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. 8:30 ടൈമുക്കാലായി കേട്ടോ. ചുക്ക് കാപ്പി നല്ല കാപ്പിയാട്ടോ പ്രസാദം തരുന്നത്. ഓ റെഡി. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, പ്രസാദം കിട്ടി, വിഭൂതി കിട്ടി, പിന്നെ എന്താ കാപ്പി ചുക്ക് കാപ്പി ഒക്കെ കിട്ടി കേട്ടോ. നമ്മളിതൊന്നും ഇവിടെ 2 പ്രാവശ്യം ഞങ്ങളിതിന് മുന്നേ വന്നിരുന്നേ. പക്ഷേ ഇതൊന്നും നമുക്കൊന്നും കിട്ടിയില്ല. ഈ സമയത്ത് നമ്മൾ വരലില്ലായിരുന്നു, പകലാ വരൽ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.